അതില് പറഞ്ഞിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിന്റെ അകത്ത് ബിംബങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയില്ല. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കളിപ്പാട്ടങ്ങളായിട്ടാണ് അത് അതൊന്ന് പറഞ്ഞിരുന്നത്. അത് ആ ഹദീസ് ഒന്ന് എന്റെ എടുത്തന്നെ, എന്റെ ആ പരിമിത തഫ്സീർ അല്ലല്ല, ആ തഫ്സീർ ഒന്ന് എടുത്തു തന്നെ, ഇല്ല. ആ തഫ്സീർ ഒന്ന് എടുത്തു തന്നെ. ആരേലും ഞാൻ ഒരു പറയുന്നത് നമ്മൾ യൂട്യൂബ് ആരേലും ചാനലിലാണ് യൂട്യൂബ് ഞാൻ ചാനലൊക്കെ കേട്ടത്. നിങ്ങൾ മുഖവരയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിൽ മുഹമ്മദ് ഒരു കള്ളനാന്ന് സെക്കൻഡ്, പറയുന്നുണ്ട്, ഒരു നിമിഷം. മുഖവരയ്ക്ക് എടുക്കുന്നോ? ആ ഹദീദ് ഒന്ന് പറ. ഇപ്പം തരാമല്ലോ, ഇപ്പം തരാമല്ലോ. സുനൻ അബു ദാവൂദ് 4158. ഞാൻ അതിന്റെ ലിങ്ക് കൂടെ ഇടാം, പോസ്റ്റ് ചെയ്യാം. സുനൻ അബി ദാവൂദ് 4158. ഒരു നിമിഷം പറ്റണം, ഞാൻ ഒന്ന് സെർച്ച് ചെയ്യാൻ നോട്ടെ. ഞാൻ ലിങ്ക് ഇടാം ബ്രദറെ, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും. സുനൻ അബി ദാവൂദ് 4158. മുഹമ്മദിന്റെ വീട്ടിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്നും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ ജിബ്രിയിൽ ഒരു പട്ടിയെ കണ്ടിട്ട് അകത്ത് കയറാതെ ഇരുന്നതും ഇതെല്ലാം പടച്ചോണ്ട് ഓരോ കരാമാത്തുകളാ. വേണ്ട, ലിങ്ക് മേളിൽ ഇട്ടിട്ടുണ്ട്, നോക്കിക്കോ. അല്ല നാസിം ബ്രോ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? പറഞ്ഞോ ബ്രദറെ. അല്ല, ഞാൻ മുഹമ്മദിന്റെ വീട്ടിൽ വിഗ്രഹങ്ങൾ അൽ റുസ് എന്ന് പറയുന്ന വിഗ്രഹം ഉണ്ടായിരുന്നെന്നും അള്ളാഹു പറയുന്നുണ്ടല്ലോ, വിഗ്രഹത്തെ അൽ മാറ്റിവെക്കാൻ, റുജിസ്, അത് മ്ലേച്ഛതയിൽ നിന്ന് മാറി നിൽക്കാൻ. അൽ ഇതിൽ അൽ നിന്നാണ് അൽ അൽ പറഞ്ഞിരുന്നത്. അൽ അതായത് അൽ ജിബ്രീൽ ഏ came ബ്രോ to അല്ല, ബ്രോ ഇത് me and വേറെയാ said, I ബാജി ബ്രദറെ, came അത് വേറെയാണ്. ഇത് വായിച്ചോ. because of the അതായത് അതിൽ പറയുന്നത് prevent prevented from entering simply because of their images at the door, for there was a decorated curtain with images on the house. Okay. And there was a dog in the house. So order the head of the order the head of the image which is in the house to be cut off, so it resembled a form of a tree. Order the curtains to be cut off and made into two. രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് കർട്ടൻ ഉണ്ട്, വേറേത് അവിടെ ഒരു വിഗ്രഹങ്ങളുണ്ട്. അതാണ് ഈ കട്ട് ഓഫ് ചെയ്യുമ്പോൾ അത് ട്രീയെ പോലെ തോന്നുമെന്ന് പറയുന്നത്. ഹെഡ് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീയെ പോലെ തോന്നും. പക്ഷെ അവര് ഈ ഇംഗ്ലീഷിനകത്ത് കുറെ വെളുപ്പികൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഐഡൽ എന്ന് എഴുതിയിട്ടില്ലല്ലോ. ബ്രദറെ, ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ ബ്രദറെ? അതില് വായിക്കേ, അവിടെ പറയുന്നത് സോ ഓർഡർ ദ ഹെഡ് ഓഫ് ദ ഇമേജ് ദാറ്റ് ഈസ് ഇൻ ദ ഹൗസ് ടു ബി കട്ട് ഓഫ്. ഇമേജ് അതിന്റെ താഴെ ഇതിൽ വായിക്കേ. ഇതിൽ നബി അള്ളാഹുവിനെ കൂടാതെ വേറെ ആരാധിച്ചിരുന്നതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ കണ്ടില്ല. ബ്രദറെ, വീട്ടിനകത്ത് വിഗ്രഹം വെക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? ഇനിയും താങ്കൾക്ക് എന്റെ മുഹമ്മദ് വീട്ടില് അള്ളാഹുവിനെ കുഞ്ഞു കൂടാതെ, കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങൾ ഭാവയുടെ ഇതിൽ കാര്യമല്ല എഴുതി. ബ്രദറെ ഇല്ല പറയുന്നേ. ഇല്ല ഇല്ല ബാജി ഇല്ല ബ്രദറെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദര. വിഗ്രഹങ്ങൾ അല്ല, വിഗ്രഹങ്ങൾ, ഐഡൽസ് വർഷിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉള്ളതല്ലല്ലോ. അത് അലങ്കാര വസ്തുക്കളായിട്ട് വയ്ക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് വെക്കാം. കളിക്കാൻ പക്ഷെ കൊടുക്കുന്നതായിട്ടുള്ളതുകൊണ്ട്. ബട്ട് പ്രശ്നം പറയാം. അങ്ങനെ അലങ്കാരമായിരുന്നെങ്കിൽ ജിബ്രീൽ അകത്ത് കയറാതിരിക്കാൻ എന്താ കാരണം? അലങ്കാരമാണ്. ജിബ്രീലിന് അതൊന്നും പ്രോബ്ലം ഇല്ല. ജിബ്രീൽ അള്ളാഹുവിന്റെ ദൂതനല്ലേ? സർവശക്തനായ അള്ളാഹുവിന്റെ ദൂതന് അകത്ത് കയറണമെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന് ഏത് സമയത്തും കയറാം. അതൊരു അലങ്കാര വസ്തു ആയിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള റീസൺ ആണ് ജിബ്രീൽ പറയുന്നത്. ഒന്ന്, പട്ടി. എനിക്കറിയത്തില്ല, അള്ളാഹു തന്നെയാണ് ഈ പട്ടിയെ ഉണ്ടാക്കിയത്. പട്ടി വീട്ടിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു സർവശക്തനായ ദൈവത്തിന്റെ ദൂതന് പട്ടിയെ കാണുമ്പോഴത്തേക്കിനും പേടിയായോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ നാസ്ലിം ബ്രോ, ഇസ്ലാമിസ്റ്റ് നാസ്ലിം ബ്രോ, ആ, നാസ്ലിം ബ്രോ, ആ, നാസ്ലിം ബ്രോ, അത് അറിയണം. ബ്രോ എന്തോ പറയൂ ബ്രദറെ. വൺ സെക് വൺ സെക് ഞാൻ ഒരു അക്കാര്യത്തിൽ കാര്യം അല്ല, ഞാൻ ബാസി പോയിന്റ് ബാസി ഔട്ട് ബാസി ചെയ്യാണ്. ബാസി ബാസി ജസ്റ്റ് ഒരു ബാസി ബാസി വൺ സെക്. അക്കാര്യം പറയുമ്പോഴേ നാസ്ലിം ബ്രോ, ഈ മലക്ക് ഒരു നായ അകത്തുണ്ടെന്ന് പറഞ്ഞ് കയറിയില്ലല്ലോ. പക്ഷേ ഇങ്ങനെ തന്നെ ഇതിനെക്കാട്ടും നല്ല സെറ്റപ്പ് ഒരു നായ അള്ളാഹുവിൻ്റെ അർഷിനോട് കെട്ടിയിട്ടിട്ടുണ്ടല്ലോ.
അപ്പം ആ, മലക്ക് അത് അങ്ങോട്ട് അതൊക്കെ പോരണ്ട. ഉണ്ട്. അപ്പം അത് അവിടെ കാണുമ്പോൾ അവിടോട്ട് നമുക്ക് പേടിയില്ല. പോകണ്ട ബ്രദറെ. ഇനി ഇനി അവിടൊക്കെ നമ്മൾ പോകണ്ട. ഇപ്പം ഇല്ല നമുക്ക് പോകുന്നില്ല. ഈ അല്ല, ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഐഡലാണെന്ന് ബാസി ഇവിടെ പറഞ്ഞല്ലോ. അതിനെ ഒരു സാധനം പറയാം. ഈ കുഞ്ഞുങ്ങൾ വരെ കളിക്കുന്ന സാധനം, പേടിയില്ലാതെ കളിക്കുന്ന സാധനത്തെ മലക്കിന് പേടിയാന്ന് പറയുമ്പോൾ ഈ മലക്കിൻ്റെ അവസ്ഥ ഞാനൊന്ന് ആലോചിച്ച് പോയത്. മരക്കിന് അതാണ് നാസ്രം പ്രശ്നം. ബ്രോ പേടിയെന്നുള്ള നാസ്രം ബ്രോ എടുത്തോട്ടോ. ബാസി ബ്രദറെ, ഇവിടുത്തെ പ്രശ്നം മനസ്സിലായോ? ഈ ജിബ്രീൽ വിസമ്മതിച്ചു എന്ന് പറയുന്ന സാധനം വിസമ്മതിച്ചു എന്ന് അകത്ത് പറയുന്ന കേറാതിരിക്കുന്നതിന്റെ റീസൺ അവിടെ ഇമേജസ് ആണ്. ഇനിയും മുഹമ്മദ് വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവ് വേറെ തരാം. അല്ല, ഈ അള്ളാഹുവിന്റെ ശുപാർശ തേടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ 3 പെൺമക്കളെ അവരുയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ് അവരുടെ ശുപാർശ തേടാമെന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ പിന്നെ തരാം. ഇവിടെ അള്ളാഹുവിന്റെ 3 പെൺമക്കളുണ്ട്, അതറിയത്തില്ലേ ബാസി ബ്രദറിന്? ഇല്ല. ഖുറാൻ സൂറത്തുൽ ഖുറാൻ ഇഖ്ലാസ് 53-ന്റെ 19, 20 നോക്ക്. അള്ളാഹുവിന് മക്കളുണ്ടെന്നാ? അള്ളാഹുവിന് 3 ഇത് പെൺമക്കള്, മോനെ, സഹോദര അത് എടുത്ത് അതൊന്ന് വായിക്ക്. ഫസ്റ്റ് വെച്ച് പറഞ്ഞുതരാ. ഇത് ഇത് അള്ളാഹു ഇത് എന്നെ ഇത് ഞാൻ ഇത് പറഞ്ഞുതരാം. ബാസി, രാജേഷ് ഇത് ഞാൻ പറഞ്ഞുതരാം. നാസ്രം 53-ന്റെ ബ്രോ, നാസ്രം ബ്രോ, ഇത് ഇതാരെ ബാസി. രണ്ടുപേരുണ്ടോ പുതിയ അവിടെ? പുതിയ ആ നിയമമാണല്ലോ. അവിടെ രണ്ടുപേരുണ്ട്. ഇത് രണ്ടുപേരുണ്ടോ? ഉണ്ട് എനിക്ക് ഉണ്ട്. നിർത്ത്. ഇത് ബാസി ഡാനിയനാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ബാസിസ്ഥാനിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ശ- അല്ല അല്ല, ഒരിക്കൽ ബ്രദറെ ബ്രദറെ മക്ക മുസ്ലിക്കുകൾ ബ്രദറെ, ഒരിക്കൽ ഇവിടെ നബിസല്ലല്ലാഹു അലൈഹി വരുമ്പോ വസല്ലം ഒത്തിരി കാര്യങ്ങൾ അള്ളാഹുവിന്റെ പഠിപ്പിക്കാം. ഗോത്ര ഏതാ? ബാസി അപ്പൊ ബ്രദറെ, നബി ഇവിടെ സല്ലല്ലാഹു വരുമ്പോൾ അതാണ് ഒത്തിരി സൂറത്ത് കാര്യങ്ങൾ ഖുൽ ഹു പഠിക്കാൻ അല്ലാഹു കിട്ടും. അഹദ്. മനസ്സിലായ? എന്റെ സഹോദര, അതും അള്ളാഹു പഠിപ്പിക്കാം, സമദ്, അതും ലം പഠിപ്പിക്കാം. യലിദ് വലം കുൽഹു യൂലദ് വലം അല്ലാഹു യൂലദ് അഹദും പഠിപ്പിച്ചവനാണ്. പഠിപ്പിക്കാം. അള്ളാഹു ബാസി ഏകനാണ്, ബ്രദറെ, അതും അള്ളാഹു പഠിപ്പിക്കാം. നിരാശ്രയനാണ്, അള്ളാഹു എല്ലാത്തിനും നിന്നിട്ട് പരിശുദ്ധനാണ്. പഠിപ്പിക്കാം, ആ, എന്നാ അതും ഒരു സെക്കൻഡ് നാസ്രം, പഠിപ്പിക്കാവുന്ന്. ബാസി അല്ല, ജനിച്ചിട്ടില്ല, മോനെ ഒരു ജനിപ്പിച്ചിട്ടുമില്ല. സെക്കൻഡ്, ഒരു സെക്കൻഡ്. തന്നെത്താൻ അവിടെ ഒറ്റയ്ക്കിരുന്ന് പ്രസംഗിക്കേണ്ടി വരും. ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കും. ഇവിടെ ഒരു നിയമമുണ്ട്. ഇവിടെ മോഡറേറ്റേഴ്സ് മൈക്ക് എടുത്തത്, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവിടെ മൈക്ക് എടുത്തത്. അപ്പോൾ നാസ്രം ബ്രോ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് കയറി മൈക്ക് എടുത്ത് ബഹളം വെക്കരുത്. അതിവിടെ അനുവദിക്കില്ല. അല്ല, യാ ബ്രോ, കണ്ടിന്യൂ പ്ലീസ്. വാര്യർ ബ്രദറെ, ഇതൊക്കെ നമ്മൾ മുസ്ലിം സുഹൃത്തുക്കളോട് ഇത് പറയുമ്പോൾ അവരിതൊന്നും കാണാത്ത റെഫറൻസ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് അവർക്ക് ആവേശം കയറും. കാരണം അവർ കൊച്ചിലേ തൊട്ടേ പഠിച്ചത് എന്താ? ഉയ്യോ, അള്ളാഹു നിരാശ്രയനാണ്, അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചിട്ടുമില്ല, ഇതൊക്കെ അവർ പറയും. പക്ഷേ പുസ്തകങ്ങളിൽ അതിന് വിപരീതമായിട്ട് കിടക്കുന്നത് കൊണ്ട് അവർക്ക് ഈ എക്സൈറ്റ്മെന്റ് കൂടുന്നതാണ്. അതൊക്കെ കുഴപ്പമില്ല, നമുക്കിപ്പോ ഇവിടെ നിൽക്കാം. ഈ വിഗ്രഹങ്ങളുടെ വിഷയം കവിഞ്ഞു കഴിഞ്ഞിട്ട്, കവർ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും പോവാം, അവിടെയും പോകാം. ഇനിയും അദ്ദേഹം പോയി. ഇല്ല, ഇവിടെ ഉണ്ട്. ബാസി എനിക്കൊരു ബ്രദറെ, കോൾ വന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്തതാ. അല്ല, ഈ കോള് വന്നതിന്റെ ഇടയ്ക്ക് വേറെ ആരാ കേറി വരുന്നേ? അതെ, രണ്ടുപേര് പുള്ളിയുടെ അനിയനും സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ല പേര് പുള്ളിയുടെ പറഞ്ഞ് സംസാരിക്കേ. പുള്ളിയുടെ അനിയനും കൂടെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു നാസറിൻ ബ്രദർ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അത് അനിയനോ സഹോദരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. ബാസി ബ്രദറെ, ഇവിടുത്തെ വിഷയം മനസ്സിലായോ? ജിബ്രീൽ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും സർവശക്തനായ മലക്ക് ഈ മുഹമ്മദിന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ആദ്യം പട്ടി മാറിക്കൊടുക്കണം. മനസ്സിലായോ? പട്ടിയെ ഓടിക്കാനൊന്നും ജിബ്രീലിന് അറിയത്തില്ല. പട്ടി മാറിക്കൊടുക്കണം. പിന്നെ അവിടെ വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അകത്ത് കയറാതിരുന്നത്. ഈ കുഞ്ഞുങ്ങൾക്കുള്ള പാവയുടെ കാര്യമല്ല പറയുന്നത്. അത് നമുക്കറിയാം. ഒരു പ്രായപൂർത്തിയാകുന്നതിന് താഴോട്ട്, പ്യൂബർട്ടി കവിയുന്നതിന് താഴോട്ട് കുഞ്ഞുങ്ങൾക്ക് പാവമായിട്ട് കളിക്കാം. കാരണം ആയിഷ പാവക്കുട്ടിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഹമ്മദ് ആയിഷയെ പ്രാപിച്ചത്. അതിനൊരു ഹദീസുകളുണ്ട്, അതൊക്കെ ഞാൻ തരാം. റെഫറൻസ് വേണമെങ്കിൽ ഞാൻ തരാം. ആയിഷ പാവയോട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 53 വയസ്സായ ഈ പ്രവാചകൻ ആയിഷയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഒരു നിമിഷം സഹോദര. അതൊക്കെ റെഫറൻസ് നമുക്ക് സഹോദര, തരാം. ഞാൻ ഒരു പോയിന്റ് തൊട്ട് ഞാൻ ഒന്ന് ചെയ്തോട്ടെ. പറഞ്ഞു അള്ളാഹു പറഞ്ഞു പറഞ്ഞു. ആദ്യം നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിന്റിന് ഞാൻ എതിർക്കുകയാണ്. അതായത് മലക്ക് നായെ പേടിച്ചു കൊണ്ടെന്ന് പറഞ്ഞു. അവിടെ പേടിച്ചതായിട്ട് പറയുന്നില്ല, വിസമ്മതിക്കുന്നതും പേടിക്കുന്നതും ഒന്നാണോ? വിസമ്മതിച്ചു, കയറാൻ ബാസി ബ്രദറെ, വിസമ്മതിച്ചു. ഞാൻ നായുള്ള വീട്ടിൽ ഞാൻ ബ്രദർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഇല്ല, ഞാൻ ഒന്ന് പറഞ്ഞു വരുക, ഇത് കേക്ക്. ഞാനൊരു കൂട്ടുകാരന്റെ വീട്ടിൽ വരുക. കൂട്ടുകാരന്റെ വീട്ടിൽ ഒരു ചെറിയൊരു പോമേറിയൻ ഉണ്ട്. പോമേറിയനെ കാണുമ്പം വലിയ, അല്ലെങ്കിൽ ഒരു ചിഹുവാവ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു ചെറിയ പട്ടി. ഞാൻ ആ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് കയറണമെങ്കിൽ വിസമ്മതം ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ കൂട്ടുകാരനോട് പറയേണ്ട ആവശ്യമില്ല, നിന്റെ വീട്ടിൽ ഈ ചെറിയ പട്ടി ഉള്ളത് കൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ കയറാതെ വന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. മലക്ക് അവിടെ എന്തിനാ വിസമ്മതനം കാണിക്കുന്നത്? ഒരു പട്ടിയെ നോക്കിയിട്ട് മലക്ക് വിസമ്മതനം കാണിക്കേണ്ട ആവശ്യമില്ല. മലക്കിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ പട്ടിയെ അവിടുന്ന് ഒഴിച്ചു വിടാമായിരുന്നു, പറഞ്ഞു വിടാമായിരുന്നു, എന്ത് വേണേലും ചെയ്യാമായിരുന്നു. ഇനിയും പട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അവിടെയുള്ള വിഗ്രഹം കാരണമാണ് ഈ മലക്ക് അകത്ത് കയറാതിരുന്നത്.
മലക്ക് അത് എടുത്തു പറയുന്നുണ്ട്. ഒന്ന് ഇമേജസ്, രണ്ടാമത്തേത് പട്ടി. പ്രശ്നം മനസ്സിലായോ ഇവിടുത്തെ? ആ, മനസ്സിലായി ബ്രോ. ഞാൻ ബാസി ബ്രദറിന് പ്രശ്നം അല്ല മനസ്സിലായോ? സമ്മതിച്ചു. അതായത് അവിടെ ഒരു കാര്യം ബ്രദർ, ഇത് നായി കാണാത്ത ഹദീസ് അല്ലായിരുന്നോ? ഇതിനു മുൻപേ താങ്കൾ ഈ ഹദീസ് കണ്ടിട്ടുണ്ടോ? ഞാനൊരു ലെക്ചറിൽ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്നെ ഓക്കെ ഓക്കെ പറയാനൊന്ന് അനുവദിക്കണം. എന്നെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ആഹ്, അവ- ഒരു നിമിഷം, കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. ഒരേ ഒരു നിമിഷം. ഇച്ചിരി കൊടുത്തോട്ടം പാസ്റ്റർ മാറി, വന്നിട്ടുണ്ട്. കൊടുത്തോട്ടം പാസ്റ്റർ ഇച്ചിരി പ്രൈസ് മാറി ലോർഡ്. നിൽക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അൽ ഇപ്പൊ പാസ്റ്റർ പ്രൈസ് ലോർഡ്. ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് മ- അം- മലക്ക് മലക്ക് നമ്മൾ മനുഷ്യരെ പോലെയല്ല. മനുഷ്യർ എന്ന് വെച്ചാൽ നമ്മളായിട്ട് താരതമ്യം ചെയ്യണം. ഞാൻ എന്റെ സുഹൃത്തുക്കളെ വീട്ടിൽ പോകുമ്പോൾ പട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയും, എടാ പട്ടി ഒന്ന് കെട്ടിയിടണം എന്ന് ഞാൻ പറയും. കാരണം ഞാൻ നായുള്ള വീട്, എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമല്ല. അത് എന്നെ അടുത്തോട്ട് വരുന്നു, ഞാൻ നായ തൊടുന്നത് എനിക്ക് താല്പര്യമില്ല. കാരണം നായി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞാൻ തുടക്കത്തിലെ പറയാൻ വന്ന ഒരു പോയിന്റാണ്, ബാസി ഇസ്ലാമിൽ ബ്രദറെ, പ്രത്യേകിച്ച് കാരണം ഉള്ളത്. താങ്കളെ പോലെ അല്ലല്ലോ ഒരു ഈ ഒരു മലക്കിരിക്കുന്നത്. പോയിന്റ് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഈ ഒരു പോയിന്റ്, ഇസ്ലാമിൽ എന്തെങ്കിലും കാരണം വേണം, ഇന്നത് നടക്കാൻ എന്തെങ്കിലും കാരണം വേണമെന്നൊന്നുമില്ല. ആദ്യം നമ്മളൊരു കാര്യം ഖുർആനിൽ പറഞ്ഞതായിരുന്നാലും, ഖുർആനിൽ പറഞ്ഞത് എക്സ്പെഷ്യലി ഖുർആനിൽ പറഞ്ഞത് ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യം നമ്മൾ നോക്കുന്നത് എന്ത് കൊണ്ടെന്നല്ല, അള്ളാഹുയുടെ കമാൻഡ് ആണ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അള്ളാഹുവിന്റെ ബ്രദറെ, കമാൻഡ് ഇതൊക്കെ ആണ് ഫസ്റ്റ് മനസ്സിലായി. ഓഫ് ഓൾ. ഇതൊക്കെ അല്ല ഇതൊക്കെ അതിന് ഇതൊക്കെ അൺനെസസറി പുറകിൽ ആയിട്ടുള്ള അതിന് പോയിന്റ്സാ. പുറകിൽ ഇല്ലല്ല ബാസി അതിന് ബ്രദറെ, ഇതൊക്കെ പുറകിൽ അൺനെസസറി എന്തെങ്കിലും ആയിട്ടുള്ള റീസൺസ് പോയിന്റ്സാ. ഉണ്ടോ എന്ന് നോക്കുന്നില്ല. ഇല്ല, ഞാൻ മുഴുവൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മള് ബാസി ആ, ബ്രദറെ, ആ, ഇത് അൺനെസസറി ആയിട്ടുള്ള പോയിന്റാ. ഞാൻ അതിന് റീസൺ പറയാം. ഇത് അൺനെസസറി ആയിട്ടുള്ള പോയിന്റാ. ഒരാളുടെ വീട്ടിൽ പട്ടിയെ വെക്കുന്നതും സഹോദരൻ, പട്ടിയെ ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നിട്ടില്ലേ, വളർത്താതിരിക്കുന്നതും എനിക്ക് ഒക്കെ പറയാനുള്ള ബാക്കി ഒരു കാര്യം. വേദി തരൂ പ്ലീസ്. ഇല്ലല്ല, ഞാൻ ആ പോയിന്റിലോട്ട് പറഞ്ഞോളൂ. വരികയാണ്. പക്ഷെ നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് ഇമേജസ് ആയിരുന്നു. ആ അതെ, ഡിസ്കഷൻ പോയിന്റിലേക്ക് അതെ. വരണം. നിങ്ങൾ എന്നോട് ഒരു ചോദ്യം എന്തുകൊണ്ട് മലക്ക് നായി ഉള്ള വീട്ടിൽ വന്നില്ല? അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയുന്നത്. പറയൂ പറയൂ മലക്ക് ബ്രദറെ, അതിന്റെ റീസൺ പറയൂ. ഒരു ഒരു അതാണ് ഞാൻ വാലിഡ് പറഞ്ഞത്. റീസൺ പറയൂ. മനുഷ്യരെ കൊണ്ട് മലക്കിനെ കമ്പയർ ചെയ്യാതെ ഒരു വാലിഡ് റീസൺ പറയൂ. സഹോദര, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒന്ന് മുഴുവനായിട്ട് ഇതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ കൂടുതൽ സമയം എടുക്കില്ല, നിങ്ങളെ സമയം ഞാൻ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. നമ്മൾ ഇസ്ലാമിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ കമാൻഡ് ആയിട്ടാണ്. അതുപോലത്തെ അള്ളാഹുവിന്റെ കമാൻഡാണ് നായി നമ്മൾ തുടരരുത് എന്നുള്ളത്. ഖുർആൻ അത് ആയത്ത് എനിക്ക് അറിയില്ല, ഒരു നിമിഷം. ബാസി ബ്രദറെ, നായെ തുടരുതെന്ന് അള്ളാഹു പറയുന്ന അള്ളാഹുവിന് ഒരു പട്ടിയെ വളർത്താൻ പറ്റുമോ? അത് ഇരട്ടത്താപ്പല്ലേ? അള്ളാഹു ഒരു പട്ടിയെ വളർത്തുന്നു, പക്ഷേ മനുഷ്യർക്ക്, മുസ്ലിങ്ങൾക്ക് പട്ടിയെ വളർത്താനും പറ്റത്തില്ല, തൊടാനും പറ്റത്തില്ല. അത് ശരിയാണോ? പ്രപഞ്ച സൃഷ്ടാവിന് ഒരു പട്ടിയുണ്ടെന്നും പട്ടിയെ വളർത്തുന്നുണ്ടെന്നും ആ പട്ടി കടിക്കുമെന്നും ഇതെല്ലാം നിങ്ങളുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, നേരത്തെ സഹോദരൻ പറഞ്ഞു അള്ളാഹുവിന് 3 പെൺമക്കളുണ്ടെന്ന്. ഇപ്പൊ പറയുന്ന അത് തെളിയിക്കാം, അത് തെളിയിക്കാം, അതുകൂടെ ഖുർആന്റെ കൊണ്ടുവരാം. ആയത്താണോ? ബാസി ഖുർആന്റെ ബ്രദറെ, ആയത്താണോ? ഇത് ഈ ഇല്ലല്ല, പട്ടിയുടെ കാര്യത്തിൽ നിൽക്ക്. പട്ടിയുടെ കാര്യത്തിൽ ഇല്ലല്ല. നിൽക്ക്. അള്ളാഹു ഇതിൽ മറ്റുള്ളവരോട് പറയാണ് പട്ടിയെ വളർത്തരുത്, പട്ടിയെ തുടരുത് എന്ന് പറയുമ്പോൾ അള്ളാഹു പട്ടിയെ വളർത്തുന്നത് ശരിയാണോ? അത് ഇവിടെ പറഞ്ഞ, അത് ഞാൻ കേട്ടില്ല. ഇന്നേ വരെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതാണ് സൂറ 53 ഒന്ന് പഠി. സൂറ 51 എടുക്ക്. സൂറത്തുൽ നജ്ം 51 എടുക്ക്. അള്ളാഹു ഒരു നല്ല ഒന്നാന്തരം പട്ടിയെ വളർത്തിയിട്ട് അള്ളാഹുവിന്റെ പട്ടി കടിക്കുന്നെന്ന് പറയുന്നു. അത് താങ്കൾക്ക് വിശ്വസിക്കാം. പക്ഷേ മുസ്ലിങ്ങൾക്ക് പട്ടിയെ വളർത്താനും പറ്റത്തില്ല. ഇത് ഇവിടുത്തെ ന്യായമാണ്. സൂറ നജമിലെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂറ 53 ഒന്നാമത്തെ ആയത്ത് എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ തഫ്സീർ എടുത്ത് വായിക്കുക. നിങ്ങൾ ക്രിസ്ത്യാനികളുടെ റൂമിൽ വന്നാൽ നിങ്ങൾക്ക് കുറെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരാം. സൂറ അൻ നജം അതിലെ അതെ, ഒന്നാമത്തെ സൂറ ആയത്ത്. അൽ നജ്ം, നക്ഷത്രങ്ങൾ, അതിന്റെ ഒന്നാമത്തെ ആയത്ത് വായിക്ക്. ഇനിയും അതിന്റെ തഫ്സീർ അൽ തബരി എടുക്ക്. എന്നിട്ട് അള്ളാഹുവിന്റെ പട്ടിയെ പറ്റി ഞാൻ പഠിപ്പിച്ചു തരാം. ഇതേണ്ട, ഞാൻ തഫ്സീർ അൽ തബരിയുടെ അറബിക്കിലുള്ള തഫ്സീർ ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. സഹോദര, അബുലഹബിന്റെ സൂറ അൽ നജമിലെ അബുലഹബൻ ആദ്യത്തെ ആയത്ത്, ബൈ ദ സ്റ്റാർസ് വായിക്കാം. when they fade away.
യുവർ ഫെല്ലോ മാൻ ഈസ് നെയ്തർ മിസ്ഗൈഡഡ് നോർ അസ്ട്രേ. അത്രേ ഉള്ളൂ, അത്രേ ഇതിൽ ഉള്ളൂ, ഡോഗ് അത്രേ ഉള്ളൂ. അവിടെ വേറെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ? ഇല്ല. വേറെ വല്ലതും എഴുതിയിട്ടുണ്ടോ അവിടെ? ഇനിയും മേളിലുള്ള തഫ്സീർ വായിക്കാം. അതിന്റെ 53-1 കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് quran.ksu.edu.sa ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള തഫ്സീർ അൽ തബരി എടുത്ത് വായിച്ച്. സഹോദര തഫ്സീറിന്റെ കേസ് ഇല്ല. അത് ആ റിട്ടൺ ഇത് ഏത് ഇതിന്റെ ഇതാണെന്ന് ഒന്ന് പറയോ? അത് ഒന്ന് ആ തഫ്സീർ ഏതാണെന്ന് പറയൂ. ബ്രദറെ, ഇമാം തബരി എഴുതിയ നിങ്ങളുടെ ടോപ്പ് സ്കോളേഴ്സിൽ ഇമാം ഖുർത്തുബി, തഫ്സീർ അൽ ജലാലയൻ, ഇമാം തബരി, അത് കഴിഞ്ഞിട്ട് ഇബ്ൻ കത്തീർ. ടോപ്പ് സ്കോളേഴ്സിൽ ഒരാളാണ് തബരി. തബരി എഴുതിയ അദ്ദേഹത്തിന്റെ തഫ്സീറിനകത്ത് അള്ളാഹുവിന്റെ പട്ടിയെ പറ്റി പറയുകയും അള്ളാഹുവിന്റെ പട്ടി നിന്നെ കടിക്കും, നിനക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനൊരു പട്ടിയുണ്ട്. അള്ളാഹുവിന് പട്ടിയെ വളർത്താം, മുസ്ലിങ്ങൾക്ക് പട്ടിയെ വളർത്താനും പറ്റത്തില്ല. ഇത് എവിടുത്തെ ന്യായമാ? വേണ്ട, ഞാൻ വായിക്കാം. അതിന്റെ ആ തഫ്സീറിന്റെ ഭാഗം ഞാൻ വായിക്കാം. ഓക്കെ, താഴോട്ടുള്ളതാണ്. Prayer and peace be upon him, and he recited, he said, peace and blessing of Allah be upon him, and said, beware of the dog of Allah, does not eat you. He said, he struck his head, are you not afraid of the Allah will set his dog on you? നിനക്ക് പേടിയില്ലേ അള്ളാഹു അദ്ദേഹത്തിന്റെ പട്ടിയെ നിന്റെ പുറകെ വിടുവെന്ന്? So Ibn Abi Lahab went out with the people on a journey, so that if they were on the same road they heard a lion's voice. ഇത് ന്യായമല്ല ബ്രദറെ. ഇപ്പൊ സ്വന്തമായിട്ട് നല്ല ഒന്നാന്തരം പട്ടിയെ വീട്ടിൽ വളർത്തിയിട്ട് മറ്റുള്ളവനോട് പറയാ നീ പട്ടിയെ വളർത്തരുത്, തുടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ന്യായമാ? ഇല്ല സഹോദരൻ, ഞാൻ ഇത് ആലോചിക്കാണ്. ഒരു നിമിഷം ഞാൻ ആലോചിക്കാണ്. ഖുർആനില് അങ്ങനെ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. സഹോദരൻ കാണിച്ച ബട്ട് അതിന്റെ തഫ്സീർ പറയണം. അത് തഫ്സീർ പറയും. ഇല്ലില്ല. കാരണം തഫ്സീർ പണ്ഡിതന്മാരാണ് നിങ്ങളുടെ ഫൈനൽ വോയിസ്, അല്ലാതെ വേറെ ആരുമല്ല. ബാസി ബ്രദർ പറയുന്നതോ മറ്റുള്ളവർ പറയുന്നതോ ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ പറയുന്നതും ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നിങ്ങളുടെ ഇമാമുകൾ പറയുന്നതാണ് ഫൈനൽ വോയിസ്. നമ്മളെ ഇമാം ഷാഫി ഇമാമാണ്. ഇമാമുകൾ പറയുന്നു ഇങ്ങനെ പട്ടിയുണ്ട്. പറഞ്ഞിട്ടില്ല. പട്ടികളെ ഓക്കെ, ഷാഫി ഇമാം ആരാ ഈ ഷാഫി ഇമാം എന്ന് പറഞ്ഞ? ബാസി ബ്രദറിന്റെ ബ്രദറാണോ, സഹോദരനാണോ? പേരൊന്ന് പറയോ? പേര് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നു. എന്നാ ശരി, പേര് പറയാൻ ബ്രദറെ, ഈ ഷാഫി ഇമാമിന്റെ ഒരു പ്രത്യേകത പറയാമോ? ഇമാം ഷാഫിയുടെ പ്രത്യേകത പറയാമോ? ഷാഫി അല്ല, ഇദ്ദേഹത്തിന്റെ പേരെന്നാ? ബാസിയോ? ബാസി. നമ്മളൊരു കാര്യം പറയട്ടാ, ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. അതായത് നിങ്ങളുടെ ഇസ്ലാം അദ്ദേഹം പോയോ? ഇല്ല, ഉണ്ട്. ഇപ്പൊ വരും. നിങ്ങളുടെ ഇസ്ലാമിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അള്ളാഹു, മുഹമ്മദ്, ഖുറാൻ. അള്ളാഹു, മുഹമ്മദ് അല്ലെങ്കിൽ ഖുറാൻ, മുഹമ്മദ്. ഇതാണ് നിങ്ങളെ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇതിൽ മാത്രമേ ഇസ്ലാമുള്ളൂ, ഇതിനപ്പുറത്തൊരു ഇസ്ലാമില്ല. അത് ഷാഫിയാണോ, മുഹമ്മദാണോ, തൊമ്മിയാണോ, അന്തോനിയാണോ, ഇവരാരെങ്കിലും അംഗീകരിച്ചോ എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തമ്മിൽ തല്ലി പലതായി തല തിരിഞ്ഞിട്ട് അങ്ങോട്ട് കൈ കെട്ടണം, ഇങ്ങോട്ട് കൈ കെട്ടണം, കിഴക്കോട്ട് നിൽക്കണം, വടക്കോട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിഞ്ഞിട്ട് ഞാൻ മറ്റവനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഈ ഷാഫിയും ഈ ഹനഫിയും ഈ പറയുന്ന ഇമാമുകളെല്ലാം അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, മുഹമ്മദിനെ അംഗീകരിക്കുന്നുണ്ട്, ഖുറാനെ അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, മുഹമ്മദിനെ അംഗീകരിക്കുന്നുണ്ട്, ഖുറാനെ അംഗീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് വർഷങ്ങൾക്ക് ശേഷം ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞ് എഴുതിയുണ്ടാക്കിയ തത്വസംഹിതകൾ നിങ്ങൾ പരസ്പരം പോരടിച്ച് അതെന്റെ അല്ല അത് നിന്റെയാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരുന്നാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങളേ ഉള്ളൂ: അള്ളാഹു, മുഹമ്മദ്, ഖുറാൻ. അതിനുശേഷം നിങ്ങൾ ഇമാമുകളായി തരം തിരിഞ്ഞ് 4 വകഭേദങ്ങളായെങ്കിൽ അത് നിങ്ങളുടെ തറവാട്ട് കാര്യം.
ഞങ്ങൾ പുറമേ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ചോളം ഈ 3 കാര്യങ്ങളെ കുറിച്ച് ആര് അംഗീകരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും അത് ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥമാണെന്ന് പറയാനുള്ള ബോധം ഞങ്ങൾക്കുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾക്ക് പറ്റിയ സഹോദരൻ അംഗീകരിക്കേണ്ട, പക്ഷെ ഇസ്ലാം ഇതാണ്, നിങ്ങൾ ഇസ്ലാം വിശ്വാസിയല്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഇവിടെ ചോദ്യമില്ല. ഈ ഈ എഴുതി വെച്ച ഷാഫി ഇമാം ഖുറാനെ അംഗീകരിക്കുന്നു, മുഹമ്മദിനെ അംഗീകരിക്കുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. അത് മതി ഞങ്ങൾക്ക്. ടോസ് അതുകൊണ്ട് വേറെ ബ്രദറെ വല്ല ടോസ് ബ്രദറെ ഇമാം ഷാഫി ഒരിക്കലും തബരിയെ തള്ളിക്കളയത്തില്ല. കാരണം തബരി ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്കോളേഴ്സ്. തബരിയാണ് ഏർലിയസ്റ്റ് സ്കോളേഴ്സ്. വെരി ഷാഫി ഇമാം ഒരിക്കലും തബരിയെ തള്ളിക്കളയത്തില്ല. ഒരൊറ്റ പണ്ഡിതനെ ഒന്ന് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഷാഫി ഇമാം തബരിയെ തള്ളിക്കളഞ്ഞെന്ന്. ഇമാം ഷാഫി ഒരിക്കലും തബരിയെ തള്ളിക്കളയത്തില്ല. കാരണം ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ പോലും എഴുതിയിരിക്കുന്നത് ഈ തഫ്സീർ അൽ തബരി, ഇമാം ഖുർത്തുബി, അതുപോലെ തന്നെ തഫ്സീർ ഇബ്ൻ കത്തീർ, ഈ ഗ്രന്ഥങ്ങളെ ഒക്കെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇമാം ഷാഫി തബരിയെ തള്ളിക്കളയത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയാൻ ഞങ്ങൾ ഷാഫിയെ അംഗീകരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അറിവില്ലായ്മയിലൂടെ പറയുന്നതേ ഉള്ളൂ. അല്ല, നസ്രയനെ ഷാഫി ഖുറാനെ അംഗീകരിക്കുന്നുണ്ട്, ഷാഫി മുഹമ്മദിനെ അംഗീകരിക്കുന്നുണ്ട്, ഷാഫി അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്. ഇതിനപ്പുറത്ത് പിന്നെ എന്താ ആധികാരികത വേണ്ടത്? ഇവിടുത്തെ എന്തെങ്കിലും വേണോ? പ്രശ്നം ടോസ് ബ്രദറെ, ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഈ അള്ളാഹുവിന്റെ മലക്ക് വന്നപ്പോൾ അവിടെ പട്ടി ഇരിക്കുന്നതും അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ട് മുഹമ്മദിന്റെ വീട്ടിൽ കയറിയില്ല. അതിന്റെ ഹദീസ് നമ്മൾ കൊടുത്തു. അപ്പം പ്രശ്നം ഈ മുസ്ലിങ്ങൾക്ക് പട്ടിയെ വളർത്താൻ അനുവാദമില്ല, പക്ഷേ അള്ളാഹുവിന് ഒന്നാന്തരം പട്ടിയെ വളർത്താം. അതിന്റെ തെളിവ് ഞാൻ സൂറത്തുൽ നജ്ം 53:1 ആ തഫ്സീർ എടുത്തു കൊടുത്തു. അവിടെയാണ് നമ്മൾ ഇപ്പോ വന്ന് നിൽക്കുന്നത്. സഹോദര, ഞാൻ ഇപ്പൊ അറിവിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അറിവിന്റെ ഇതിലാണ് കുഴപ്പമില്ല. ഞാൻ കേൾക്കുന്നത്. ബാസി ബ്രദർ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അള്ളാഹ് പ്രശ്നം 3 വരുന്നില്ല. പെൺമക്കളുണ്ടെന്ന് പക്ഷെ പറഞ്ഞു. ബാസി ബ്രദറിന്റെ കൂടെയുള്ള സഹോദരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, അറിവില്ലായ്മയിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ബ്രദറെ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ബാസി ബ്രദർ പറയുന്നതിൽ കുഴപ്പമില്ല, താങ്കൾക്ക് ചോദിക്കാം, എനിക്കറിയാവുന്നത് പറഞ്ഞും തരാം. സഹോദര, ഇല്ല, അള്ളാഹുവിന് 3 പെൺമക്കളുണ്ടെന്ന് പറഞ്ഞു. അത് ഏത് ആയത്താണെന്നൊന്ന് പറഞ്ഞു അവിടെയും തരുമോ? പോകാം, ബ്രദറെ. ഇതിന് ഇതൊന്ന് തീരുമാനമാക്കുക. തീരുമാനമാക്കിയിട്ട് അവിടോട്ടും പോവാം. അത് പറഞ്ഞപ്പോഴാണ്. അല്ല, അല്ല, ഒരു മിനിറ്റ്, അതിലോട്ട് ഒരു വരുന്നില്ല. മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ബാസി അതിലോട്ട് ബാസി ബാസി വരാനല്ല, ബാസി ഏതെന്ന് ബാസി അറിയാനാ. ബാസി 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 മോഡറേറ്റേഴ്സ് മൈക്ക് എടുക്കുമ്പോൾ ഇവിടെ ഇടയ്ക്ക് വർത്താനം പറയല്ലേ. സോറി. ഇത് 2-3 പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കുക. ഒന്നാമതായി ആ വിഷയം പറഞ്ഞപ്പോഴാണ് ബാസി ഈ വിഷയം എടുത്തിട്ടത്, നമ്മുടെ നായയുടെ വിഷയം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നായയുടെ വിഷയം പറഞ്ഞിട്ടിരിക്കുമ്പോൾ അതിലേക്ക് ചാടുന്നില്ല. നായയുടെ വിഷയം കഴിഞ്ഞിട്ടേ പെൺമക്കളുടെ വിഷയത്തിലേക്ക് പോകുന്നുള്ളൂ. ടോസ് ബ്രദറെ പറഞ്ഞു. ഇല്ല ഇല്ല അതായത് ഇല്ല ഇല്ല, ഒരു കാര്യം. വാസി ബ്രദർ നമ്മൾ മറ്റുള്ളവർ പറയും പോലെയല്ല. ഇദ്ദേഹത്തിന് ഇപ്പൊ നമ്മളുടെ പല സെഷൻ കേട്ട് ഇദ്ദേഹത്തിന് തന്നെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്. സോ വി പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ സെഷൻ ഫോർ ഹിം. ജോസ് ബ്രദറെ, ഞങ്ങൾ ഇവിടെ പറയുന്നത്, ഞങ്ങൾ പറയുന്ന ഒരു വാക്കും എടുക്കരുത്. പക്ഷേ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത് എടുത്ത് പരിശോധിച്ച് നോക്ക്. അത്രയും മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇനിയും ബാസി ബ്രദറെ, ഈ കാര്യത്തിൽ തീരുമാനമായെങ്കിൽ നമുക്ക് മുന്നിലോട്ട് പോകാം. അള്ളാഹുവിന്റെ 3 പെൺമക്കളുടെ കാര്യവും പറയാം. അല്ല, അതിനു മുമ്പ് കൊടുത്തോട്ടം പാസ്റ്റർ ഒന്ന് ജസ്റ്റ് ഒരു അനിൽ പാസ്റ്റർ, പ്രൈസ് ലോർഡ്. അനിൽ പാസ്റ്റർ ഫ്രീ ആണോ? പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. അനിൽ പാസ്റ്റർ പാസ്റ്റർ, ഈ കുറെ കാര്യത്തിൽ ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം പറയണേ. ഈ മുസ്ലിങ്ങൾക്ക് പട്ടിയെ വളർത്താൻ കഴിയത്തില്ല, പക്ഷെ അള്ളാഹു ഒരു പട്ടിയെ വളർത്തുന്നുണ്ട് അവിടെ അർഷിന്റെ കീഴിൽ. സഹോദര, ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. എല്ലാ സഹോദരന്മാരെയും കാണാൻ പറ്റി. ടോസ്റ്റ് ബ്രോ, നസറീന്, ഗിബോറ്, ബോണ്ട് എല്ലാരെയും കണ്ടതിൽ സന്തോഷം. അച്ഛൻ ബ്രദറിനെ കണ്ടു. റജി ബ്രോ, വാര്യർ, എല്ലാവർക്കും നന്ദി. അതുപോലെ ബാസി എന്ന സുഹൃത്തിനെ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് ഇസ്ലാമിനെ പറ്റി വേണ്ടത്ര അറിവില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഈ തബരി എന്ന് പറയുന്ന ആള് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ വളരെ നിർണായക സംഭാവന ചെയ്ത ഒരു സ്കോളറാണ്. ഈ തബരി ഏതെങ്കിലും കാര്യത്തിൽ എതിർക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു മദ്ഹബ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഷാഫി മദ്ഹബുകാർ പൊതുവെ തബരിയെ 100% അംഗീകരിക്കുകയാണ് പതിവ്. അപ്പോൾ
ഹൻബലി മദ്ഹബുകാരുണ്ട്. അപ്പൊ ഈ ഹൻബലീസ് ചെയ്യുന്നത് തബരിയോട് എതിർക്കുന്നത് പ്രധാനമായിട്ടും ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണ്. അവർ ഖുർആൻ വ്യാഖ്യാനത്തിൽ തബരി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ തബരിയുടെ ആണ് താരിഖുൽ റസൂൽ വൽ മുലുക്ക് എന്ന ഭയങ്കര കൃതിയാണ്. അപ്പൊ ഇത് അറിയില്ല എന്ന് പറയുന്നത് തന്നെ കഷ്ടമാണ്. അപ്പൊ താരിഖുൽ റസൂൽ വൽ മുലൂഖ് എന്ന തബരിയുടെ കോൺട്രിബ്യൂഷൻ അത് ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് 9-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്തോടെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഏറ്റവും നിർണായകമായ ഇസ്ലാമിക വിഷയങ്ങളിലെ അവസാന വാക്കായിരുന്നു അന്ന് തബരി. അപ്പൊ തബരി പറഞ്ഞത് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. ഞങ്ങളോട് പൗലൂസ് പറഞ്ഞ എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പറയുന്നത്. തബരി പറഞ്ഞത് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞാല് ക്രൈസ്തവര് സെയിന്റ് പോളിന് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ ഉണ്ട് വാസ്തവത്തിൽ അൽ തബരിക്കുണ്ട്. അപ്പൊ തബരിയെ നിങ്ങൾ എതിർക്കേണ്ടി വരുന്നത് തബരി പച്ചയായിട്ട് ഇസ്ലാമിനെ വെള്ളപൂശാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ തബരി കൊണ്ടുവന്ന ഐഡിയകൾ ആ വടി വാങ്ങി ഞങ്ങൾ തിരിച്ച് ഇസ്ലാമിക ഭീകരതയെ, ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിലെ അപാകതയെ, ഇസ്ലാമിക ധാർമ്മികതയെ ചോദ്യം ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ വിഷയം വിഗ്രഹാരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയാം. ലോകത്ത് മിക്ക മതങ്ങളിലും ഈ വിഗ്രഹാരാധന ഉണ്ട്. അത് വിഗ്രഹാരാധന പാടില്ലാത്ത, രേഖാമൂലം പാടില്ലാത്തൊരു മതമാണ് ബുദ്ധിസം, അതുപോലെ യഹൂദ മതം, മറ്റൊന്ന് ക്രിസ്ത്യാനിറ്റി. ഈ 3 വിശ്വാസധാരകളെ വിട്ടാല് ബാക്കി മതങ്ങളിൽ രേഖാമൂലം ഈ വിഗ്രഹാരാധന ഉണ്ട്. ഇനി രേഖയിൽ ഇല്ലെങ്കിലും ക്രൈസ്തവരിലെ ചിലര് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഇനി അതിനെ ന്യായീകരിച്ചാൽ പോലും വിഗ്രഹാരാധന ക്രൈസ്തവരിൽ ചിലർ ഫോളോ ചെയ്യുന്നുണ്ട്. ബുദ്ധന്റെ പ്രതിമകൾ പിൽക്കാലത്ത് മനുഷ്യർ ധാരാളമായിട്ട് ഉണ്ടാക്കിയിട്ട് ബുദ്ധിസത്തിന്റെ ആ തനിമ അങ്ങനെ ചോർന്നു പോയിട്ടുണ്ട്. പണ്ട് നമ്മളുടെ ഹൈദരാബാദിൽ ഒരു സ്ഥലത്ത് ഹുസൈൻ സാഗർ, അവിടെ ഒരു ബുദ്ധന്റെ പ്രതിമ കടലിന്റെ അടുത്ത് പണി കഴിപ്പിച്ചത് മറിഞ്ഞു വീണിട്ട് 100 കണക്കിന് ആൾക്കാർ മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ബുദ്ധ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ട ബുദ്ധൻ, ജീവിതം മുഴുവൻ അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ട ബുദ്ധൻ ആരെയും കൊന്നില്ല, പക്ഷെ ബുദ്ധന്റെ പ്രതിമ നിമിത്തം ഒത്തിരി പേര് മരിച്ചുപോയി. അതുപോലെ ക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് ക്രിസ്ത്യാനിറ്റിക്ക് ഇതൊന്നും നിർബന്ധമല്ലെന്നല്ല, ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസധാരയ്ക്ക് അത് അത്ര യോഗ്യമായ കാര്യമല്ല. മറുഭാഗത്ത് രേഖ കൊണ്ട് ഒരിക്കലും വിഗ്രഹാരാധന നിർബന്ധിക്കുന്നില്ല മതങ്ങൾ. ഇപ്പൊ ഹിന്ദുക്കളിലേക്ക് തന്നെ വരാം. ഹിന്ദുക്കളിൽ ഈ വിഗ്രഹാരാധന നിർബന്ധമൊന്നുമല്ല. അത് വേണമെങ്കിലാകാം, ഇല്ലെങ്കിലില്ല. വിഗ്രഹത്തെ നിഷേധിച്ച് സംസാരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ചിന്തകന്മാരൊക്കെ എതിർത്തവരതിലുണ്ട്. അതുകൊണ്ട് ആരും അദ്ദേഹത്തെ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്ര നവോത്ഥാന നായകന്മാരെ വിഗ്രഹത്തെ വേണ്ട എന്നൊരാശയത്തിൽ നിലകൊണ്ട ഒരാളെയും കൊന്നിട്ടില്ല. അതുകൊണ്ട് ഈ രേഖാമൂലം ലോകത്ത് വിഗ്രഹാരാധനയുള്ള ഒരു മതം ഇസ്ലാമാണ്. അത് പറഞ്ഞു വരുന്നത്. രേഖാമൂലവും നിയമം മൂലവും വിഗ്രഹാരാധന അതിലുണ്ട്. വിഗ്രഹാരാധന ഉണ്ട്. ഈ കൂടെ ചേർത്ത് പറയേണ്ട ഒരു വിഷയം, നമ്മളുടെ സുന്നി പണ്ഡിതന്മാരിൽ സമസ്തയുടെ ഒരു പ്രതിനിധിയായ ഫൈസി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഈ മെസ്സിയെ പറ്റിയും അതുപോലെ തന്നെ അങ്ങനെ വ്യക്തികൾക്ക് പിന്നിൽ ആളുകൾ അണിനിരക്കുന്ന ഫാൻസുകൾ ഉണ്ടാകരുത് എന്നൊരു വിഷയം മുമ്പോട്ട് വെച്ചു. അപ്പൊ അതിന്റെ ശരിതെറ്റുകൾ അദ്ദേഹം ഇങ്ങനെ വിശകലനം ചെയ്യുന്ന കൂടെ ഇസ്ലാം ഇങ്ങനെ ഈ വീരാരാധന എതിർക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് മുഹമ്മദിനെ വീരാരാധനയുടെ ഭാഗമായിട്ട് ചിത്രീകരിച്ചാൽ അവിടെ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യണം എന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസ രീതിയുടെ സവിശേഷത. ഇനി അതും കൂടെ ഒന്ന് പറയാം. എൻ്റെ രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോൾ എന്താണ് ഈ ഇസ്ലാം, ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഉത്തരം അള്ളാഹുവിന് അടിമയായിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം അത് പറയാതെ പറഞ്ഞ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം സ്നേഹമാണെന്ന്. ഞാൻ സ്നേഹത്തിന് നിങ്ങൾ ഖുറാനിൽ നിന്ന് വചനം എന്താ? ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം സ്നേഹമാണ്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നതാണ്. അങ്ങനെ കാണിക്കാവോ? അങ്ങനെ ഖുറാനിലൊന്നും ഇല്ല. 7-8 സ്നേഹത്തെക്കുറിച്ചുള്ള പരാമർശം കൊണ്ടാണ് അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കാനാണ്. അള്ളാഹുവിനെ മാത്രം സ്നേഹിച്ചാൽ പോരാ, റസൂലിനെ സ്നേഹിക്കണം, റസൂലിനെ റെസ്പെക്ട് ചെയ്യണം. ചുരുക്കത്തിൽ റസൂലിനോടുള്ള സ്നേഹമാണ് ആ മതവിശ്വാസത്തിൽ പ്രധാനം, അള്ളാഹുവിനോടല്ല. അള്ളാഹുവോടെ രണ്ടാമനാണ്, വളരെ താഴെയാണ്. ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം പോലും നിലനിൽക്കുന്നത് ഈ റസൂലിന്റെ തോളിച്ചാരിയാണ്. അള്ളാഹു ഏകനാകുന്നു, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഏകദൈവ വിശ്വാസം നിൽക്കുകയില്ല. അതുപോലെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാകിസ്ഥാനിൽ ഒരാൾ അള്ളാഹുവിനെ വിമർശിച്ചാൽ തടവിലായി പോകും.
എന്നാൽ മുഹമ്മദിനെ വിമർശിച്ചാൽ തലയാണ് വെട്ടുന്നത്. അപ്പൊ ദൈവം ആരാ അവർക്ക്? മുഹമ്മദാണ്. അടുത്തത്, രേഖാമൂലം വിഗ്രഹാരാധന ഉണ്ടെന്ന് പറഞ്ഞാൽ കാബായിലെ കറുത്ത കല്ലിനെ വണങ്ങേണ്ടത്, അതിനെ പൂജിക്കേണ്ടത് ഓരോ ഇസ്ലാമിന്റെയും ബാധ്യതയാണ്. ഹജ്ജിന്റെ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഹജ്ജ് കർമ്മം തന്നെ ഇതാണല്ലോ, കാബായിലെ കല്ലിനെ മുത്തുക, അതിനെ പൂജിക്കുക എന്നുള്ളത്. ഇനി വേറൊരു കാര്യം, ലോകത്തിലെ ഒരു വിഗ്രഹാരാധകനും വിഗ്രഹാരാധനയാണ് അവൻ ചെയ്യുന്നതെന്ന് സമ്മതിച്ചു തരികയില്ല. അതേ പ്രശ്നം ഇസ്ലാമിലും ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഫൈസി ആണെങ്കിലും ബാസി ആണെങ്കിലും സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല. ഇസ്ലാമിൽ കുറെ കൂടി കടന്നു പറഞ്ഞാൽ അത് വ്യഭിചാരം ചെയ്യുന്നു എന്നിട്ട് പറയും ചെയ്യാൻ പാടില്ല, അത് വളരെ തെറ്റാണ്, നിങ്ങൾ അതിനെ ഓർക്ക പോലും അരുത് എന്ന് പറയുമ്പോൾ അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കാം. മനസ്സിലായില്ലേ? ഇനി വേറൊരു കാര്യം കൂടെ, ഇപ്പോ ലോകത്ത് ആദ്യമായിട്ട് ഈ ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്ന സംവിധാനം പോലും ഇസ്ലാമിലാണ് തുടങ്ങി വെക്കുന്നത്. അത് അടുത്ത കാലത്ത് കേരളത്തിലൊക്കെ പ്രശ്നമായി. ഒരു കേസൊക്കെ എടുത്തൊരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായി. അപ്പോൾ ഞാനതിങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ടോസ്റ്റൊക്കെ കേൾക്കുന്നെങ്കിൽ ഒരു പുതിയ ചിന്തയായത്, നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. ഈ ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്ന പ്രാകൃതമായ ഏർപ്പാട് ഇസ്ലാമിനാണുള്ളത്. അതെങ്ങനെയാണെന്നായിരിക്കും ചോദ്യം. അത് ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവന്മാർക്ക് മനസ്സിലാകുന്നില്ലേ? പറയാം, ഈസി ആയിട്ട് ഇന്നും അത് അവർക്ക് നടക്കും, നിയമപരമായിട്ട് തെറ്റാവില്ല, ഒരു അധാർമികത അതിൽ കാണാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയണ്ടേ? ഇപ്പോൾ ഒരു സംഘം ആളുകൾ, ഒരു 10 പേര് അല്ലെ 5 പേര് വിത്ത് ദെയർ ഫാമിലി, വൈഫും ഉണ്ട്, ഇവർക്കിങ്ങനെ ഇത് താല്പര്യമുള്ള ഒരു ഗാങ്ങാന്ന് വിചാരിക്കുക. ക്രൈസ്തവനോ ഹിന്ദുവിനോ ഒരു പ്രമാണമില്ലാത്തവനോ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് ഉറപ്പുതോന്നും. സാമാന്യ ബുദ്ധിക്ക് ഒരിക്കലും ഇത് ചിന്തിക്കാൻ പറ്റിയൊരു കാര്യമല്ല. എന്നാ പരിഷ്കാരം പറഞ്ഞാലും ഇതൊന്നും ചിന്തിക്കാൻ പറ്റിയ കാര്യമല്ല. പക്ഷേ ഇസ്ലാമിൽ ഇത് പോസിബിൾ ആണ്. എന്താ കാര്യം? ഇപ്പൊ എ എന്ന് പറയുന്ന ആള്, ഇയാളുടെ എക്സ് എന്ന് പറഞ്ഞ വൈഫ്, ബി എന്ന് പറഞ്ഞ ആള്, ഇയാളുടെ വൈ എന്ന പേരായ വൈഫ്, ഇനി സി എന്നൊരാള്, അയാളുടെ ഇസഡ് എന്ന് പറഞ്ഞ വൈഫ്. എ ഈ പെണ്ണിനെ നോക്കിയിട്ട് 3 തവണ തലാക്ക് ചൊല്ലുക. 3 പേരും ഇനി തലാക്ക് ചൊല്ലി. തലാക്ക് ചൊല്ലി ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ്. അത് കഴിഞ്ഞ് ഇവരടുത്ത ആളിനെ, തലാക്ക് ചൊല്ലി സ്വതന്ത്രയായ സ്ത്രീയല്ലേ, ഒരാളെ സ്വീകരിക്കുന്നു. സ്വീകരിച്ച് അവരുടെ കൂടെ കഴിയുന്നു. വേറെ ആളുടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ തലാക്ക് ചെല്ലുന്നു. ഇവർ വീട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഒറിജിനൽ ഭാര്യയെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. ഈസി ആയിട്ട് അത് പോസിബിൾ അല്ലേ? ഇവിടെ എന്തോ നിയമം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അധർമ്മികളായ കുറെ ആൾക്കാർ ഒത്തുചേർന്നാൽ ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം ഇങ്ങനെ ലൂപ്പ് ഹോളുകൾ തുറന്നു കിടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഭാര്യ കൈമാറ്റമാണെങ്കിലും ശിശുഭോഗമാണെങ്കിലും ശവഭോഗമാണെങ്കിലും ഇതെല്ലാം തന്നെ, ഇനി യുദ്ധമാണെങ്കിലോ അത് അതിലും ഭീകരമാണ്. ഇനി ഇതുപോലെ തന്നെയാണ് മുർദതാകുന്ന ഒരു മനുഷ്യനോട് ഇടപെടേണ്ട രീതിയെപ്പറ്റി ഏറ്റവും ഹീനമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒന്നാണിത്. ഈ മുർദത എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, മതഭ്രംശം സംഭവിച്ച മനുഷ്യനാണ്. അവന് പശ്ചാത്തപിച്ച് ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ വധശിക്ഷ നൽകണം. ഇനി വേറൊരു വിഷയം കേട്ടോ, ഈ ഒരു വിഷയത്തില് സകല പണ്ഡിതന്മാർക്കും ഒറ്റ അഭിപ്രായമാണ്. ഇതിന് 2 അഭിപ്രായമുള്ളത് സ്ത്രീയുടെ കാര്യത്തിലാണ്. സ്ത്രീക്ക് ഒരു ഇളവ് കൊടുക്കണമെന്ന് ഹനഫികൾ വിധിക്കുന്നു, എന്നാൽ തടവിലിട്ടാൽ മതി. പുരുഷന് വധശിക്ഷ കൊടുക്കണം, സ്ത്രീക്ക് അതിൽ മാത്രം ഒരു ചെറിയ വിട്ടുവീഴ്ചയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ആധുനിക മനുഷ്യൻ തിന്മയായി കാണുന്ന എല്ലാ കാര്യങ്ങളും ലൈസൻസ്ഡ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസധാരയാണ് ശരിക്കും ഇസ്ലാം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മേന്മ എന്തെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കണ്ണടച്ച് നിരസിക്കും എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നത് നന്മയാണെന്ന് നമ്മൾ വിശ്വസിച്ചോണം. നമുക്ക് ദൈവകൃപയാൽ കുറെ വിദ്യാഭ്യാസമുള്ള ആളുകൾ ക്രൈസ്തവർക്കിടയിലും ഇതര മതങ്ങളിലൊക്കെ ഉണ്ടായി, മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടായി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് തിന്മയാണ്, ഭാര്യമാരെ വെച്ച് മാറരുത്, തിന്മയാണ്. അതുപോലെ പോക്സോ കേസുകൾ ഉണ്ടാകുന്നത് കൊണ്ടല്ല, കുട്ടിയുടെ ധാർമ്മികവും ശാരീരികമായ പ്രശ്നങ്ങൾ ജയിലറെ മാത്രം ഓർത്തല്ല. അപ്പൊ ഇതെല്ലാം തിന്മയാണെന്ന് പുതിയൊരു സമൂഹത്തിന് മനസ്സിലാകുന്നു, അവർക്കും മനസ്സിലാകുന്നു, ശാസ്ത്രീയമായി തെറ്റാണ് ഇതൊക്കെ മനസ്സിലാകുന്നു. അതുകൊണ്ട് അവർ മതം വിടുന്നു. ഇനി ഞങ്ങളെപ്പോൾ എതിർക്കുന്നത് കേവലമായി ഞങ്ങളെ പണ്ടെങ്ങോ ഇവർ വിമർശിച്ചു എന്നതിന്റെ പേരിലല്ല, മറിച്ച് അതിനപ്പുറത്ത് ഇത് ഭീകരതയാണ്, അശ്ലീലമാണ്, മനുഷ്യരാശിയെ ഏറ്റവും വലിയ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു കാലത്തിലും ആവശ്യമില്ലാത്ത മൃഗീയതയാണ്. അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ പണ്ട് അതിന്റെ ഒരു കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഏതായാലും ഇതൊക്കെ വലിയൊരു കോമഡിയാണ്. വാസ്തവത്തിൽ ഇത് സംഭവിക്കുന്നത് ഈ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദേവന് ഇങ്ങനെ പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള അറിവോ പ്രാപ്തിയോ ശേഷിയോ ഒന്നും ഇല്ലെന്ന് നമുക്കെല്ലാം അറിയാം. അതിന്റെ കാരണം എന്താ? അള്ളാഹു ഒരു ഗോത്രദേവനാണ്.
ആ ഗോത്രീയമായ ഭാഷ, ഗോത്രീയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുടെ ലോകത്ത് അള്ളാഹുവിന് ഒന്നിനെ കുറിച്ചും അറിയില്ല. അതുകൊണ്ടാണ് തന്റെ വിശ്വാസം അറബി പഠിച്ചിട്ട് വേണം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ. ഇനി അറബി ഭാഷയിൽ അത് ഉത്തരിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വീര്യമൊന്നും കിട്ടത്തില്ല, ഇതിന്റെ യാതൊരു പ്രതികൂലവും കിട്ടത്തില്ല. അപ്പൊ എന്തിനാണ് ഞാൻ അറബി പഠിക്കുന്നത് ചോദിച്ചാൽ എന്റെ കാര്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന് ഈ ഭാഷയെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഏത് ഇസ്ലാമിക പണ്ഡിതനും ആദ്യത്തെ 2-3 സെക്കൻഡ് ഇത് അറബിയിൽ തട്ടും. കാരണം അള്ളാഹുവിനുള്ളത് അറബിയിലും നമുക്കുള്ളത് മലയാളത്തിലും. അപ്പൊ കൊള്ളാം, നല്ല കാര്യമാണ്, അതൊക്കെ പോട്ടെ. ഇപ്പൊ എല്ലാ വിധത്തിലും ഇനി വിഗ്രഹാരാധന എടുത്താൽ, വികലമായ പെർവേർട്ടർ സെക്സിനെ പറ്റി എടുത്താൽ, ഇതിലെല്ലാം തന്നെ അള്ളാഹുവും മുഹമ്മദും തൽപരരായിരുന്നു, അല്ലെ മുഹമ്മദ് തൽപരനായിരുന്നു. അപ്പൊ തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് അള്ളാഹു എന്ന ഒരു ദേവനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്നൊക്കെ പറയുന്ന പോലെ ഒരു കിളി പാടുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അതിലെ കഥകൾ നമുക്ക് വളരെ നല്ല നിലയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ ഹൃദ്യമായ നിലയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ മുഹമ്മദിന്റെ ആവശ്യകതകളെ സാധൂകരിക്കാൻ അദ്ദേഹം ഒരു ഗോത്രദേവനെ പൊക്കിയെടുത്ത് പ്രപഞ്ചനാഥനായി അവതരിപ്പിച്ച്, ഒരു ജിബ്രീൽ എന്ന ഒരു മലക്കിനെ അവതരിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വേദവും ചിന്തയും അംഗീകരിക്കാൻ ഇല്ലിറ്ററേറ്റ് ആയ കുറെ അനുഗാമികളെ കിട്ടി. അവര് ഉമറിനെ പോലെയുള്ള ക്രൂരന്മാരായ ആളുകളുടെ വാളിന്റെ വായ്ത്തലയെ ഭയന്നും പിന്നീട് അധികാരം സിദ്ധിച്ച മുഹമ്മദിന്റെ ക്രൂരതയെ ഭയന്നും ഈ മാർഗത്തിന്റെ ഭാഗമായി ഇന്നും അത് ഭീകരത കൊണ്ടും അപ്പാർത്തിയുടെ നയങ്ങൾ കൊണ്ടും ലോകത്തിന്റെ എല്ലായിടത്തും നിലനിൽക്കുന്നു. അല്ലാതെ അതിനെ ആശയപ്രചരണം വഴി അതിനെ സാധൂകരിച്ചെടുക്കാൻ ഏതെങ്കിലും തരത്തിൽ സാധിക്കും എന്ന് തോന്നുന്നില്ല. ഇത് ഇനി എന്തെങ്കിലും കഥകൾ പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരിക, എന്താണ് ഇസ്ലാമിലെ മഹത്തരമായ ആശയം. അതിവിടെ സംവാദിക്കപ്പെടുന്നില്ല. അത് സംവാദിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിർഭാഗ്യവശാല് ഞങ്ങൾക്ക് ഓപ്പോസിറ്റായി വരുന്ന മുസ്ലിം സഹോദരന്മാർ ഒന്നുകിൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു അറിവുമില്ലാതെ വരുന്നു, അറിവുള്ളത് മദ്രസ അറിവാണ്. ഈ മദ്രസ അറിവുകൾ മുഴുവൻ ഇത്രയും മോശപ്പെട്ട 2 കഥാപാത്രങ്ങളെ, അതായത് ഈ മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വേണ്ടി ഏത് തരത്തിലെ അധാർമികതയ്ക്കും കൂട്ടുനിൽക്കുന്ന ഒരു അള്ളാഹു, ഇവർ രണ്ടും ചേർന്ന് നടത്തുന്ന ഗോഷ്ഠികൾ, പിന്നെ ഒരു മലക്ക്, ഈ 3 പേരാണ് അതിലെ വിഷയം. ഇപ്പൊ ഇത്രയും പേര് ചേർന്ന്, മലക്കിന് വലിയ റോളില്ല, അപ്പൊ ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ചില ഗുണ്ടായുസങ്ങൾ, ചില തലവെട്ട് കേസുകൾ, ചില അധർമ്മങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ മുംബൈ അധോലോകത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ചെറിയ പരിപാടികൾ പ്രാകൃതമായ ഒരു ലോകത്ത് ആത്മീയതയുടെ മറവിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഇതിൽ കാര്യമൊന്നുമില്ല എന്നിട്ട് അധർമ്മ പ്രവൃത്തികൾ മുഴുവൻ ചെയ്തിട്ട് അതിനെതിരെ പ്രസംഗിക്കുക. ഉദാഹരണം, വിഗ്രഹാരാധന നല്ല മാന്യമായിട്ട് ചെയ്യാൻ അണികളെ പ്രേരിപ്പിക്കുക, എന്നിട്ട് അതിനെതിരെ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇനി അള്ളാഹുവിന് പങ്കുകാരനാക്കരുതെന്ന് ആളുകളെ പറഞ്ഞുകൊണ്ടിരിക്കും. വ്യക്തമായൊരു പങ്കുകാരനായിട്ട് മുഹമ്മദിനെ ചേർക്കുക. നിങ്ങൾ വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത് എന്ന് പഠിപ്പിക്കുക, എന്നിട്ട് വ്യഭിചാരിക്ക് ചാട്ടവാറടി കൊടുക്കണം, കൊല്ലുക, വെട്ടുക എന്നൊക്കെ പറയും. ഇത് വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ചോര ചിതറരുത്, കൊല്ലരുത് എന്നൊക്കെ പറയും. അത് പ്രസംഗത്തിലാട്ടോ പറയും. എന്നിട്ട് ഇത് തന്നെ നിഷ്കരുണം ചെയ്തുകൊണ്ടിരിക്കുക. മതങ്ങളോട് സഹിഷ്ണുതയാണ്, നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മതം വിട്ടുപോയവനെ ദാരുണമായി കൊല്ലുക. ഇസ്ലാം സമാധാനമാണ്, അത് ആശയപരമാണ്, അതിന് സൈദ്ധാന്തിക അടിത്തറയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു തരം സംവാദരംഗത്തും നേരെ നിൽക്കാതെ ഒറ്റയ്ക്ക് പോയി ആളില്ല പോസ്റ്റിൽ ഗോളടിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ട്രപ്പീസ് വിദ്യകൾ. അതൊന്നും ഞങ്ങളുടെ അടുത്ത് വിലപ്പോവില്ല. ഏതായാലും ഇത് ഞങ്ങൾ ഇത്രയും പറഞ്ഞത് ഇവരെ ഏതെങ്കിലും തരത്തിൽ ബോധവൽക്കരിക്കാനല്ല, ഇതേക്കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കൾക്ക് കാര്യമൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും എന്റെ പുതിയ കണ്ടെത്തലുണ്ട്, ട്രോസിന്റെ ഒക്കെ ഒരു മറുപടി കിട്ടിയാൽ കൊള്ളാം. ഈ വെച്ചുമാറ്റം അത് ലോകത്ത് ആദ്യം കൊണ്ടുവരുന്നത് ഇസ്ലാം മതം തന്നെയാണ്. കാരണം പ്രായോഗികമായിട്ട് അവർക്ക് അത് വിജയിപ്പിക്കാം. ഒരുത്തൻ ഒരാളെ മൊഴി ചൊല്ലിക്കളഞ്ഞാൽ അവളെ തിരിച്ചെടുക്കാൻ മറ്റൊരുത്തന് കൊടുക്കണം. അയാളുടെ കൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവൻ മൊഴി ചൊല്ലുമ്പോൾ വീണ്ടും ആദ്യം മൊഴി ചൊല്ലിയ പുള്ളിക്ക് എടുക്കാം. ഇത് 2 പേര് പരസ്പര താല്പര്യത്തോടെ ഇങ്ങനെ മൊഴി ചൊല്ലി അഡ്ജസ്റ്റ്മെന്റ് വഴി ഇത് കൊണ്ടുപോകാമെന്ന ആ കുറുക്ക് വഴി, ആ ഷോർട്ട് കട്ട് ഇസ്ലാമിലുണ്ട്. വളരെ കൃത്യമായി തിയററ്റിക്കലി അത് അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുപിടിച്ച ഒരു പുതിയ പ്രശ്നം. ഏതായാലും ഞാൻ തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു.